പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30-നും. ഇന്നലെ പത്മാമ്മയുടെ എന്നെ ചീത്ത പറഞ്ഞതിന് സാറ് പകരം വീട്ടിയതല്ലേ? യെസ്. ഉറപ്പല്ലേ? അതേന്ന് പറഞ്ഞല്ലോ. അപ്പോ എന്റെ ബർത്ത്ഡേ ആഘോഷിച്ചതില് ഒരു ആത്മാർത്ഥതയില്ലെന്ന് ഞാൻ പറഞ്ഞതില് വല്ല കുഴപ്പമുണ്ടോ? ഏയ്, അത് അങ്ങനെയല്ല. ആണ് സർ. ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് സന്തോഷാവുന്നാണോ സാറ് കരുതിയിരിക്കുന്നേ? എനിക്ക് സത്യം പറഞ്ഞ നാണക്കേടാ തോന്നിയത്. ഏയ് നന്ദിനി. സർ, ഇനി മേലിൽ എനിക്ക് വേണ്ടി അമ്മയോട് വഴക്കിടരുത്. അമ്മയോട് മോശം വാക്ക് പറയരുത്. ഞാൻ എന്റെ അമ്മയോട് എങ്ങനെ പെരുമാറണമെന്ന് താൻ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ അങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. സർ, ലോകത്തിൽ ആദ്യമായിട്ടല്ല ഒരമ്മ മോന്റെ പ്രണയത്തിൽ ഇടപെടുന്നതും അത് മുടക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ. അവിടെയൊന്നും അമ്മയോട് ജീവിതകാലം ആരും പ്രതികാരം ചെയ്യാറില്ല. സാർ മാത്രമേ ചെയ്യൂ. നമ്മളെ സ്നേഹിക്കുന്നൊരമ്മ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണെന്നറിയോ? സാറിന് തോന്നുന്നുണ്ടോ സാറിനെ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സ്നേഹിക്കുന്നത് സാറിന്റെ അച്ഛനാന്ന്? പക്ഷെ അത് സത്യമല്ല. സാറ് ദേഷ്യം പിടിക്കുമ്പോഴും പൊട്ടിത്തെറിക്കുമ്പോഴും മുഖം താഴ്ത്തി നിൽക്കുന്ന ഈ അമ്മയില്ലേ, ആ അമ്മയാ സർ സാറിനെ ഒരുപാട് സ്നേഹിക്കുന്നത്. നന്ദിനി, താൻ എന്നെ ഉപദേശിക്കാനൊന്നും പറയണ്ട. ഉപദേശിച്ചിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും എനിക്ക് പറയാനുള്ളത് പറയാലോ. സാറിന് ചെറിയൊരു പരിക്ക് പറ്റി കിടന്നപ്പോ ആ അമ്മ അടുത്ത് വന്നിരുന്നത് ഞാൻ കണ്ടതാ. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടതാ. അതുകൊണ്ട് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് സാർ എന്ത് പറഞ്ഞാലും അതെനിക്ക് മനസ്സിലാവില്ല. അമ്മയില്ലാത്തതിന്റെ വിഷമം ഉള്ളിൽ കൊണ്ടു നടക്കുന്നൊരു പെണ്ണാ ഞാൻ. എന്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും ഒരു പെൺകുട്ടിക്ക് അമ്മ വേണ്ടിയിരുന്ന നിമിഷങ്ങളിലും കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. എത്രയോ രാത്രികള് ഞാനത് ആലോചിച്ച് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള എനിക്ക് സ്വന്തം അമ്മയോട് സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ നല്ല സങ്കടമുണ്ട്. അവരവരുടെ വഴിക്ക് വിട്ടേക്ക്, വേദനിപ്പിക്കാതെങ്കിലും ഇരിക്കൂ സാർ. നന്ദിനി, മതിയാക്ക്. എനിക്ക് ഈ സംസാരം തുടരാൻ താല്പര്യമില്ല. ഞാൻ പറയും. കാരണം അമ്മ പറഞ്ഞില്ല എന്നോടോ. സോറി, ഞാൻ ഈ ബഹളം വെച്ചത് തന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല. തന്നോട് എനിക്ക് ദേഷ്യം തോന്നുന്നുമില്ല. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ മുറിവിൻ്റെ ആഴം അതളക്കാൻ തന്നെ കൊണ്ടൊന്നും പറ്റില്ല. എനിക്കുണ്ടായിരുന്നൊരു ജീവിതം, ഞാൻ ആഗ്രഹിച്ച, ഞാൻ സ്വപ്നം കണ്ടിരുന്നൊരു ജീവിതം, അതൊക്കെ തല്ലി തകർത്തൊരാള്, കൊല്ലാൻ പോലും മടിയില്ലാത്തൊരാള് എൻ്റെ കൺമുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ പൊട്ടിത്തെറിക്കും, നാണം കെടുത്തും. ചത്തുപോയവരൊക്കെ പൊയ്ക്കോട്ടെന്ന് കരുതാൻ അത്രയ്ക്ക് മനുഷ്യത്വം ഇല്ലാത്തവനല്ല ഞാൻ. എനിക്കുണ്ടൊരു ഹൃദയം. സൂര്യ കള്ളുകൂടിയനാ, 24 മണിക്കൂറും മദ്യത്തിന്റെ കൂടെ സഞ്ചരിക്കുന്നവനാ. പക്ഷേ അതിനകത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാ തനിക്ക് വേറൊരു സൂര്യ കാണാം. അവൻ വലിയ കുഴപ്പക്കാരനൊന്നും അല്ലടോ, പാവമായിരുന്നു, ഒരുപാട് പാവം.